ഹലോ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാം കേട്ടോ. അതിനായി നമ്മൾ ക്യാൻവയുടെ സെർച്ച് ബാറിൽ സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് മോഡൽസ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ബ്ലാങ്ക് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. ഇവിടെ രണ്ട് രൂപത്തിൽ ഡിസൈൻ ചെയ്യാം. ഒന്ന് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഷീറ്റ് എടുത്തിട്ട് ഡിസൈൻ ചെയ്യാം. അതല്ല ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ് മോഡൽ ടെംപ്ലേറ്റ്സ് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ഒരു സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുന്നു. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ സൈഡിൽ കാണുന്ന ഈ ടൂൾ ബാർ ഡിസൈൻ, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, അപ്ലോഡ്സ് എന്ന് പറയുന്ന ഈ ടൂൾ ബാർ മൊബൈലിലാകുമ്പോൾ ഈ താഴത്തെ വശത്തിലായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇവിടെ നമുക്ക് പേര്, ഒരു വിദ്യാർത്ഥിയുടെയും പേര് നമുക്കിവിടെ ചേഞ്ച് ആക്കാം. അതുപോലെ തന്നെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഓരോ കളറുകൾ മാറ്റാൻ നമുക്ക് ഓരോ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു എലമെൻറ്റ് കളർ മാറ്റണമെങ്കിൽ ഈ ഒരു എലമെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കളർ എന്നുണ്ടാവും. അവിടെ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പൊതുവെ നമ്മുടെ സ്ഥാപനം ഏത് കളർ ഉപയോഗിക്കുന്നത് ആ ഒരു കളർ അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോഗോ അവിടെ നിന്ന് മാറ്റാൻ ലോഗോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ്സ് എന്നുള്ളതിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ ഗാലറിയിൽ നിന്നും നമ്മുടെ ലോഗോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഈ ഒരു ലോഗോ ഇവിടെ കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് താഴത്തുള്ള ലോഗോ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ലോഗോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ലോഗോ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. അപ്പോൾ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളറുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിലേക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് മാറ്റി കൊടുക്കാം. സർട്ടിഫിക്കറ്റിൽ എഡിറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഫോർമാറ്റ് JPG എന്നോ അതല്ല PDF എന്നോ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതല്ലാണ്ട് മറ്റൊരു ഓപ്ഷനുണ്ട്. നമുക്കിവിടെ കോപ്പി ലിങ്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓൺലി യു ക്യാൻ ആക്സസ് എന്നുള്ള മാറ്റിയിട്ട് എനിവൺ വിത്ത് ദ ലിങ്ക് എന്നുള്ള കൊടുക്കുക. എന്നിട്ട് കോപ്പി ലിങ്ക് എന്ന് കോപ്പി അടിച്ചാൽ അവിടെ ലിങ്ക് ഇപ്പോൾ നമ്മളെ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ലിങ്ക് നമ്മൾ ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും അവർക്കത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു വർക്ക് ഫയൽ അയക്കുന്ന പോലെ ആണ് ഈ ലിങ്ക് അയക്കുന്നത്. ഇതിൻ്റെ വർക്ക് ഫയലാണ് അവർക്ക് ആ സമയത്ത് ലഭിക്കുക. ഓക്കെ,
ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.